സപ്ലൈകോയിൽ സാധനങ്ങളൊന്നുമില്ലാതെ കേരളത്തിലെ ജനങ്ങൾ ബുദ്ധിമുട്ടുമ്പോൾ റേഷൻ വിതരണം സ്തംഭിക്കുന്ന കേരളത്തിൽ അരിക്കിനി മുട്ടുണ്ടാവില്ല എന്ന് അറിയുക. പാവപ്പെട്ട ജനങ്ങൾക്ക് കിലോയ്ക്ക് 25 രൂപ നിരക്കിൽ അരി നൽകാനുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ തീരുമാനം ജനക്ഷേമം മുൻനിർത്തിയുള്ള വലിയ നടപടിയാണ്. കേരളത്തിൽ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ വഴി സബ്സിഡി നിരക്കിൽ ലഭിച്ചിരുന്ന അരിയടക്കം 13ലേറെ അവശ്യവസ്തുക്കളുടെ വില വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുമ്പോഴാണ് കേന്ദ്രം കുറഞ്ഞ വിലയ്ക്ക് അരി കൊടുക്കാൻ പദ്ധതിയിടുന്നത്. വിലക്കയറ്റം പിടിച്ചു നിർത്തി കോടിക്കണക്കിന് ജനങ്ങൾക്ക് ആശ്വാസമേകാനുള്ള ഭാരത് അരി വിതരണം ദേശീയതലത്തിൽ നാഫെഡ് വഴിയും NCCF വഴിയും മൊബൈൽ വാനുകളിലുമായാണ് നടത്തുക. ഭാരത് ആട്ട, ഭാരത് ദാൽ എന്നിവ ഇതേ രീതിയിൽ ഇപ്പോൾ വിതരണം ചെയ്യുന്നുണ്ട്. ഇത് വിജയകരമാണെന്നും ജനങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്നും കണ്ടാണ് അരിയും ഇപ്രകാരം നേരിട്ടെത്തിക്കാൻ പദ്ധതിയിടുന്നത്. ദേശീയ തലത്തിൽ 1 കിലോ അരിക്ക് ഇപ്പോൾ 43.5 രൂപയാണ് വില. ഇതിന്റെ പകുതിയോളം വില നൽകിയാൽ അരി ലഭിക്കും എന്നത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ്. വിലക്കയറ്റം തടയുക എന്ന ലക്ഷ്യവും ഇതിനുണ്ട്. രാജ്യത്ത് 2000-ലേറെ കേന്ദ്രങ്ങളിൽ ഭാരത് ആട്ടയും ഭാരത് ദാലും വിതരണം ചെയ്യുന്നുണ്ട്. വിപണിയിൽ അരി ലഭ്യത ഉറപ്പാക്കാൻ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നേരത്തെ കുറഞ്ഞ വിലയ്ക്ക് അരി എത്തിച്ചിരുന്നു. അതിന്റെ തുടർച്ചയെന്നോണമെന്നാണ് ഭാരത് അരി വിതരണവും നടത്താൻ പോകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കുറഞ്ഞ വിലയിൽ അരി വിപണിയിൽ ഇറക്കാനാണ് ആലോചന. ഭാരത് അരി എന്ന പേരിൽ അരി ലഭ്യമാക്കുന്നത് വിലക്കയറ്റം നേരിടുക ലക്ഷ്യമിട്ടാണ്. 25 രൂപയ്ക്കോ 29 രൂപയ്ക്കോ അരി ജനങ്ങളിൽ എത്തിക്കും. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വഴി സംഭരിക്കുന്ന അരിക്കാണ് ഭാരത് അരി എന്ന ബ്രാൻഡിംഗ് നൽകുക. ഭാരത് ആട്ട, ഭാരത് ദാൽ എന്നിവയുടെ വിതരണം വിജയമായതിനാലാണ് ജനങ്ങൾക്ക് അരി നേരിട്ടെത്തിക്കാനും കേന്ദ്രം പദ്ധതിയിടുന്നത്. ദേശീയ തലത്തിൽ അരിക്കിപ്പോൾ കിലോയ്ക്ക് 43 രൂപയാണ് വില. വില നിയന്ത്രിക്കുക വഴി വിലക്കയറ്റം തടയുകയാണ് ലക്ഷ്യം. രാജ്യത്തെ 2000-ലേറെ കേന്ദ്രങ്ങളിൽ ഭാരത് ആട്ട കിലോയ്ക്ക് 27.5 രൂപയും ഭാരത് ദാൽ 60 രൂപയ്ക്കും കേന്ദ്രം വിതരണം ചെയ്യുന്നു. ഇതേ രീതിയിലാകും അരിയുടെ വിതരണവും. ഭാരത് അരി വിതരണം ചെയ്യാനുള്ള പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ തുടക്കം കുറിക്കുമ്പോൾ കേരളത്തിൽ അതിനുള്ള സംവിധാനം എന്തായിരിക്കും എന്നതാണ് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയേണ്ടത്. പൊതുവിപണിയിൽ 50 രൂപയ്ക്ക് അരി വാങ്ങേണ്ടി വരുന്നവർക്ക് പകുതി വിലയ്ക്ക് അത് ലഭിക്കും എന്ന് വരുമ്പോൾ ആവശ്യക്കാർ ഒരുപാടായിരിക്കും. ഇവർക്കൊക്കെ എങ്ങനെയാണ് അരി എത്തിക്കാൻ കഴിയുക എന്ന പ്രശ്നമുണ്ട്. ഉത്തരഭാരത സംസ്ഥാനങ്ങളിൽ ഭാരത് ആട്ടയും ഭാരത് ദാലും ഒക്കെ വാനുകളിൽ വിതരണം ചെയ്യാറുണ്ട്. ഇതുപോലെയുള്ള സംവിധാനം കേരളത്തിൽ ഏർപ്പെടുത്താൻ സാധിക്കുമോ എന്നതാണ് ചോദ്യം. സപ്ലൈകോ വഴിയുള്ള സാധന വിൽപ്പന താറുമാറിലാണ്. റേഷൻ വിതരണം പോലും അടിക്കടി തകരാറിലാവുകയും ചെയ്യുന്ന കേരളത്തിൽ ഇവയെ ആശ്രയിക്കാതെ കുറഞ്ഞ വിലയ്ക്ക് അരി ലഭിക്കും എന്നായാൽ അത് ജനങ്ങൾക്ക് വലിയൊരു നേട്ടമായിരിക്കും. കൂലിപ്പണി ചെയ്യുന്നവർക്കും കുറഞ്ഞ വരുമാനക്കാർക്കും കിട്ടുന്ന വരുമാനത്തിന്റെ നല്ലൊരു ഭാഗം അരി വാങ്ങാൻ ചെലവഴിക്കേണ്ടി വരുന്ന സ്ഥിതി മാറിക്കിട്ടും. ഒന്നിന്റെയും വില വർദ്ധിപ്പിക്കില്ലെന്ന പ്രഖ്യാപനവുമായി അധികാരത്തിൽ വന്നവർക്ക് ഇത് തിരിച്ചടിയാവും. അവരുടെ ജനവിരുദ്ധ മനോഭാവത്തിന്റെയും ദുർഭരണത്തിന്റെയും യഥാർത്ഥ മുഖം എന്താണ് എന്ന് ലോകം തിരിച്ചറിയും. കോവിഡ് കാലത്തെ സൗജന്യ കിറ്റുകളടക്കം അരിയുടെ രാഷ്ട്രീയം ശരിയായി കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഇടതുമുന്നണി സർക്കാർ പിന്നീട് പ്രതിക്കൂട്ടിലായിരിക്കും. കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുന്ന പദ്ധതി പ്രകാരം ഭാരത് അരി എത്രയും വേഗം കേരളത്തിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ.